സ്റ്റുഡൻസ്, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ 2 സെഷൻ പിന്നിട്ട് കഴിഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി. അടുത്ത സെക്ഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. അതിൽ നമ്മൾ 4 ടൈപ്പ് ഫങ്ഷൻസാണ് കണ്ടത്. ഒന്ന് 1-1 ഫങ്ഷൻ, രണ്ടാമത്തത് മിനി-1 ഫങ്ഷൻ, 3 ഓൺ-ടു ഫങ്ഷൻ, നാലാമത്തത് ഇൻറ്റു ഫങ്ഷൻ. ഒരേ സമയം ഒരു ഫംഗ്ഷന് 1-1 ആൻഡ് ഓൺ-ടു ആകാം, 1-1 ആൻഡ് ഇൻറ്റു ആകാം, അതുപോലെ മിനി-1 ആൻഡ് ഓൺ-ടു ആകാം, മിനി-1 ആൻഡ് ഇൻറ്റു ആകാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷനാണ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. 2 തരത്തിൽ നമുക്കൊരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us consider 2 sets A and B. A is having elements -1, 2, 3, 4 and B is having elements 4, -2, 8, 6. That is, we considered 2 finite sets and defined a function f from the set capital A to capital B. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത 4 ടൈപ്പ് ഫങ്ഷൻസിൽ ഏതാണ് ഈ ഫംഗ്ഷൻ എന്ന് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് 1-1 ഫംഗ്ഷനാണ്. അവിടെ മനസ്സിലാക്കിയ ഡെഫിനിഷൻ ഇതാണ്: ഡൊമൈനിലെ ഡിഫറൻ്റായ എലമെൻസിനൊക്കെ ഇമേജസും ഡിഫറൻ്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ 1-1 ആയിരിക്കും. അതുപോലെ കോഡൊമൈനിലെ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഡൊമൈനിലെ എല്ലാ എലമെൻസും ഡൊമൈനിലെ എലമെൻസിൻ്റെ ഇമേജസ് ആയിട്ട് മാറപ്പെടുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓൺ-ടു ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. -1 ഇമേജ് -2, 2 ഈസ് മാപ്ഡ് ടു 4, 3 ഈസ് ടു 6 ആൻഡ് 4 ഈസ് മാപ്ഡ് ടു 8. That is, different elements in A are mapped to the different elements in B. It means that this function f is 1-to-1. Now see the codomain set 4, -2, 8, 6. Now 4 is having pre-image 2, or -2 is the image of -1, 8 is the image of 4, 6 is the image of 3. It means that there doesn't exist any element which is not the image of any element in A, or which is having no pre-image in A. Thus this function is having range is equal to the codomain itself. Since the range is equal to codomain, the function is on-to. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ഫംഗ്ഷൻ ഒരു 1-1 ആൻഡ് ഓൺ-ടു ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് അറ്റ് എ ടൈം ഇൻജെക്റ്റീവ് ആൻഡ് സർജക്റ്റീവ്, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ശ്രദ്ധിക്കുക, ഇനിയാണ് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത്, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിയിലെ എലമെൻസിനെയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 4, -2, 8, 6 ഈ എലമെൻസിനൊക്കെ ഇപ്പുറം ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പ്രീ ഇമേജ് എന്ന വേർഡ് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. ബിയിലെ ഓരോ എലമെൻറ്റും എടുക്കുകയാണെങ്കിൽ ആ ബിയിലെ ഓരോ എലമെൻറ്റിനും എയിലെ എലമെൻറ്റുമായിട്ട് ഒരു കണക്ഷൻ കാണാം. ദാറ്റ് ഈസ് 4 ഈസ് കണക്റ്റഡ് ടു ദ എലമെൻറ്റ് 2, -2 ഈസ് കണക്റ്റഡ് ടു -1, 6 is connected to 3, 8 is connected to 4. That is, all the elements in B is related to some elements in A. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബിയിലെ എല്ലാ എലമെൻസിനും എയിലെ എലമെൻസുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻ. അപ്പോൾ ആ ഒരു റിലേഷൻ നമുക്ക് ഫംഗ്ഷൻ ആണോ നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4 ഈസ് റിലേറ്റഡ് ടു 2, -2 ഈസ് റിലേറ്റഡ് ടു -1, 8 ഈസ് റിലേറ്റഡ് ടു 4, 6 ഈസ് റിലേറ്റഡ് ടു 3. അപ്പോൾ ബിയിലെ എന്ന സെറ്റിലെ എല്ലാ എലമെൻസും എയിലെ എലമെൻറ്റുമായിട്ട് യുണീക്കലി റിലേറ്റഡ് ആണ്. അപ്പം അങ്ങനെ യുണീക്കലി റിലേറ്റഡ് ആയ എയിലെ എല്ലാ എലമെൻസിനും ഇപ്പുറം ഒരു യുണീക്ക് റിലേഷൻ ഉള്ളത് കാരണം ആ റിലേഷനെ നമുക്ക് ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പം ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 1-1 ആൻഡ് ഓൺ-ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ കോഡൊമൈനായ ബി എന്ന സെറ്റിൽ നിന്നും തിരിച്ച് ഡൊമൈനിലേക്ക് നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അതായത് എ ഇപ്പം ബിയിൽ എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് -1 റിലേറ്റഡ് ടു -2, 2 റിലേറ്റഡ് ടു 4, 3 റിലേറ്റഡ് ടു 6, 4 റിലേറ്റഡ് ടു 8. അപ്പോൾ ഇൻ റോസ്റ്റർ ഫോം ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ -1, -2, 2, 4, 3, 6 ആൻഡ് 4, 8. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ XY കമ്പോണൻസും നോക്കിയാൽ മനസ്സിലാകും. The element y or y coordinate of each pair or the y component of each element is such that it is twice of the x component. So ആ റിലേഷൻ എങ്ങനെയാ? എയിലെ എല്ലാ എലമെൻറ്റും അതിൻ്റെ
എയിലെ എല്ലാ എലമെൻറ്റും കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ട്വൈസിനോടാണ്. അപ്പോൾ ഈ ഫംഗ്ഷന് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x where x belongs to a എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ തിരിച്ച് നമുക്ക് നോക്കാം. തിരിച്ച് ബിയിലെ എല്ലാ എലമെൻസും ഇപ്പം എയിലെ എലമെൻറ്റുമായിട്ട് യുണീക്ക്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ബിയിലെ ഓരോ എലമെൻറ്റിനും എയോടൊരു റിലേഷൻ അല്ലെങ്കിൽ ആ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആവുന്ന കാണാം. ആ ഫംഗ്ഷൻ അതായത് എയിൽ നിന്ന് ബിയിലേക്ക് 1 1 and on 2 ആയ ഒരു ഫംഗ്ഷൻ്റെ കോഡൊമൈനിൽ നിന്നും തിരിച്ച് ഡൊമൈനിലേക്ക് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു ബി. സി ദസ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ഇറ്റ് ഈസ് 1 to 1 and on 2. അപ്പം ഞാൻ ആ തിരിച്ച് വന്നിരിക്കുന്ന ആ ഒരു തിരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത ആ റിലേഷനെ ഞാൻ വേറൊരു ആരോ ഡയഗ്രായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ബി എന്ന സെറ്റ് വരച്ചു, പിന്നെ എ വരച്ചു. ബിയിൽ നിന്ന് എയിലേക്ക് നമ്മൾ മനസ്സിലാക്കിയ ആ ഫംഗ്ഷന് ഞാൻ ജി എന്ന് പേര് വിളിച്ചു. ജി എന്ന ഫംഗ്ഷൻ പ്രകാരം 4 ഈസ് റിലേറ്റഡ് ടു 2, -2 ഈസ് റിലേറ്റഡ് ടു -1, 8 ഈസ് റിലേറ്റഡ് ടു 4, 6 ഈസ് റിലേറ്റഡ് ടു 3. അപ്പോൾ ഈ ഫംഗ്ഷൻ ജീനെയാണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത എഫിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡെനോട്ടഡ് ബൈ ദ സിമ്പിൾ എഫ് എ റേസ് ടു -1 എഴുതി റീഡ് ആസ് എഫ് ഇൻവേഴ്സ് എന്ന് വായിക്കും. So, if f from a to b is 1 to 1 and on 2, then that function is invertible. Then there exists a new function g which is from b to a, which is called the inverse of f. അപ്പോൾ ജിയെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതുവാണെങ്കിൽ സെറ്റ് 4 to -2 -1 8 4 6 3. നേരത്തെ നമുക്ക് എഫ് -1 -2 2 4 3 6 4 8. അപ്പോൾ എഫ് എന്ന ഫംഗ്ഷനിലെ എല്ലാ മെമ്പേഴ്സും റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന പെയറാണ് അതിൻ്റെ ഇൻവേഴ്സായ ജിയിലെന്ന് നമുക്ക് മനസ്സിലാക്കാം. Hence, G is called the inverse of f, which is denoted as G equal to f inverse. Now, the definition നമുക്ക് ഇവിടെ നോക്കാം. ഇവിടുത്തെ ഓരോ എലമെൻറ്റും കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പകുതിയിലേക്കാണ്. 4 connected to 2, -2 is mapped to -1, 8 is related to 4, 6 is related to 3. അപ്പോൾ നേരത്തെ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് എഫ് അതിൻ്റെ ട്വൈസിലേക്കാണ് പോയത്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് 2x ആയിരുന്നു. അപ്പോൾ തിരിച്ചതിൻ്റെ ഇൻവേഴ്സായ ഫംഗ്ഷൻ ജി ഫ്രം ബി ടു എ സച്ച് ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 2. ഈച്ച് എലമെൻറ്റ് ഗോസ് ടു its half where x is in b. Thus, if f of x equal to a 2x, its inverse is f inverse of x is x by 2. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് ഇൻറ്റു 2 ആണ്. ഇവിടെ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സ് ഡിവൈഡഡ് ബൈ 2. സി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2, ഹിയർ ഡിവിഷൻ ഓഫ് 2. ആൻഡ് വി നോ ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ടു ഈച്ച് അതർ. അപ്പോൾ ഇവിടെ നമ്മളിപ്പം പഠിച്ച കീ പോയിന്റ് ഇതാണ്. ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് 1 to 1 and on 2 ആണെങ്കിൽ മാത്രം ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതിൻ്റെ ഇൻവേഴ്സ് ഡിനോട്ടഡ് ബൈ എഫ് ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലേക്ക് ആയിരിക്കും. Thus, if a function f from a to b is 1 to 1 and on 2, then f is invertible and f inverse is from b to a. Also, if f of x equal to y, then f inverse of y is equal to x ആയിരിക്കും. and vice versa. അതായത് f എന്ന ഫംഗ്ഷൻ പ്രകാരം x എന്ന എലമെന്റിന്റെ ഇമേജ് y ആണെങ്കിൽ f ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ പ്രകാരം y യുടെ ഇമേജ് x ആയിരിക്കും. അതായത് നേരത്തെ നമ്മൾ കണ്ടതാണ് f of 2ന്റെ ഇമേജ് അതിൻ്റെ ട്വൈസ് ആയ 4 ആയിരുന്നു. തിരിച്ച് f ഇൻവേഴ്സ് പ്രകാരം 4ന്റെ ഇമേജ് 2 ആയിരുന്നു. അത് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഫംഗ്ഷൻ പ്രകാരവും x എന്ന എലമെന്റിന്റെ ഇമേജ് y ആണെങ്കിൽ തിരിച്ചതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ പ്രകാരം y എന്ന എലമെന്റിന്റെ ഇമേജ് x ആയിരിക്കും. അത് തന്നെ നമുക്ക് ഒരു മെമ്പറായിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. if the ordered pair xy is a member in f, then the reversed pair yx is a member in f inverse. മോർ എക്സാമ്പിൾസ് നോക്കാം. ഞാനിപ്പോൾ 3 ആരോ ഡയഗ്രാംസ് ഇവിടെ വരച്ചിട്ടുണ്ട്. വി ഹാവ് ജി, എച്ച് ആൻഡ് ഐ. See the first one is having elements P, D, G, B. B is having U, I, L and H. It is clear from the arrow diagram that this
function is not 1 1 and onto, but it is many 1 into. Since the distinct elements G and B are mapped to the same element, hence it is many 1. And in the codomain, the element H is not the image of any element in A, hence it is many 1 into. അപ്പോൾ many 1 into ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എലമെന്റ് ഇവിടെ അവശേഷിക്കുന്നുണ്ട്, പ്രീ ഇമേജ് ഇല്ലാതെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിൽ നിന്നും നമുക്ക് തിരിച്ച് എ എന്ന സെറ്റിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം എച്ചിന് ഇവിടെ പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ അല്ല. ഹെൻസ് many 1 and into ആയ ഫംഗ്ഷൻ ഒരിക്കലും ഇൻവേർട്ടിബിൾ ആവുന്നില്ല നമുക്ക് കാണാം. See another example. Here also this function 4 and 0 are mapped to the same element P, hence it is many 1. But all the elements in D are the images of some elements in C, hence it is onto, hence it is a many 1 onto function. ഇനി നമുക്കിത് ഇൻവേർട്ടിബിൾ ആണോ നോക്കാം. ഇൻവേർട്ടിബിൾ ആണോ നോക്കണമെങ്കിൽ എച്ചിൻ്റെ കൊഡൊമൈൻ ഡിയിൽ നിന്നും ഡൊമൈൻ സിയിലേക്ക് തിരിച്ചൊരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഇപ്പം ജെ എന്ന എലമെൻറ്റിന് 6 തിരിച്ചുള്ള കണക്ഷൻ പ്രകാരം ഒരു റിലേഷൻ അവിടെ കാണാം. ബട്ട് ദ എലമെൻറ്റ് പി ഈസ് ഹാവിങ് 2 കണക്ഷൻസ്, അല്ലെങ്കിൽ പി എലമെൻറ്റ് ഈസ് നോട്ട് യുണീക്ക്ലി കണക്റ്റഡ് ടു ദ എലമെൻറ്റ്സ് ഇൻ സി. അതുകൊണ്ട് തന്നെ തിരിച്ച് ഇങ്ങോട്ട് നമുക്കിവിടെ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു റിലേഷൻ ഫംഗ്ഷനെ ആവുന്നില്ല എന്ന് കാണാം. ഹെൻസ് many 1 and onto function is never invertible. See another example. Here distinct elements 7, 6, 9 are mapped to the distinct elements 2, k and 4 of the set F, but the element 8 is having no pre-image, hence it is 1 to 1 and onto. As usual നേരത്തെ പോലെ തന്നെ ഇവിടെ നമുക്ക് 8 എന്ന എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ലെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു എലമെൻറ്റ് 8ന് നമുക്ക് ഇപ്പുറം ഒരു മാപ്പിംഗ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ദിസ് ഫംഗ്ഷൻ 1 1 and into ആയി ഫംഗ്ഷനും ഇൻവേർട്ടിബിൾ അല്ല. ഹെൻസ് ഓൾ ദീസ് ഫംഗ്ഷൻസ് ആർ നോട്ട് invertible. Thus a function f from a to b is 1 to 1 and 2 to is invertible, and the inverse is from b to a, which is defined as f of x equal to y implies and is implied as f inverse of y is equal to x. Thank you.